സോളോ കഴിച്ചാണ് കേട്ടോ ഞാൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുന്നത്. 30-40 ഒറ്റയടിക്കാണ് ഞാൻ കഴിക്കുന്നത്. സോ എല്ലാവർക്കും അറിയേണ്ടത് നമ്മളെ ലൈഫ് കംബാക്ക് ആണല്ലോ. അപ്പോൾ കഴിഞ്ഞ 2 വീഡിയോയിലും ഞാൻ ഇത്രയും ദുരന്തങ്ങൾ പറഞ്ഞ് എന്തിനാണെന്നുള്ളത് നിങ്ങൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയാൻ പാടില്ല. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മൊത്തമായിട്ട് കണ്ടോളൂ കേട്ടോ. ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതിന് ശേഷം ഞാൻ എൻ്റെ ലൈഫിനെ വേറൊരു ആംഗിളിൽ കാണാൻ തുടങ്ങി. ഇറ്റ്സ് നത്തിങ് ലൈക്ക് റിവേഴ്സ് സൈക്കോളജി എന്ന് പറയുന്ന പോലെ ഞാൻ നമ്മളെ ലൈഫിലോട്ട് റിവേഴ്സായിട്ട് പോകില്ലേ. അപ്പോൾ ഇന്നുള്ള ഈ നിമിഷം മുതൽ നമ്മൾ ബാക്കോട്ട് പോവുക. സോ എൻ്റെ ചോദ്യം ഇതായിരുന്നു, ലൈഫിൽ ഇതൊക്കെ സംഭവിച്ചത് എന്തിനാണ്? ഫോർ വാട്ട് ദീസ് ഓൾ ഹാപ്പൻഡ്? അച്ഛൻ ഉപേക്ഷിച്ച് പോയി, നമ്മൾ വീട് സ്ഥലം അച്ഛൻ വിറ്റു, ഏട്ടൻ മരിച്ചു, ഞാൻ എഞ്ചിനീയർ ആയില്ല. എല്ലാം സംഭവിച്ചത് നല്ലതിനാണെങ്കിലോ? ഈ നല്ലതിനാണോ എന്ന് ഞാൻ ചിന്തിച്ചെടുത്താണ് ഈ സഹസ്രാര തുടങ്ങുന്നത്. ഇങ്ങനെയൊന്നും സംഭവിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ എഞ്ചിനീയറായനെ, ഏട്ടൻ മരിക്കില്ലായിരുന്നു, അങ്ങനെ ലൈഫ് വേറെ ആംഗിളിൽ പോകുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ സംഭവിച്ചത് കൊണ്ടാണല്ലോ എനിക്ക് ഇന്ന് ഇവിടെ നിൽക്കാനും നിങ്ങളുടെ മുമ്പിൽ ഈ വീഡിയോ ചെയ്യാനൊക്കെ സാധിക്കുന്നത്. നമുക്കിങ്ങനെ ചിന്തിക്കാമല്ലോ. അപ്പോൾ ഓൾമോസ്റ്റ് എൻ്റെ 25-26 വയസ്സ് വരെയുള്ള എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഈ ഒരു സഹസ്രാര എന്നുള്ളൊരു ജേണി സ്റ്റാർട്ട് ചെയ്യാനാണെന്നാണ് ഞാൻ വിശ്വസിച്ചത്. പിന്നെ തോൽവിയിൽ എനിക്കുള്ള PhD ഒന്നും നിങ്ങൾക്കില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇത്ര പേടി കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ ആകെ ഉള്ളതെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ജയിച്ച് കാണിക്കണം എന്നുള്ളൊരാഗ്രഹം മാത്രമേ ഉള്ളൂ. കാരണം നമ്മളെ കളിയാക്കിയാൽ നമ്മൾ ഒറ്റപ്പെടുത്തുകയും ചെയ്ത ആൾക്കാരുടെ മുമ്പിലൊക്കെ ഒന്ന് ജയിച്ച് കാണിക്കണം എന്നുള്ള ആഗ്രഹമേ ഉള്ളൂ. അതിനെനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി. നമുക്ക് നമ്മളേ ഉള്ളൂ എന്നുള്ളൊരു ബോധ്യം ഉണ്ടാകുന്ന സമയത്ത് പിന്നെ നമുക്കൊന്നും പ്രശ്നമല്ല. അതുകൊണ്ട് എല്ലാം ഒന്ന് തുടങ്ങി വെക്കുക. നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നിങ്ങളത് ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി. അറ്റ്ലീസ്റ്റ് ആ ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു ഇൻസ്റ്റാഗ്രാം പേജെങ്കിലും സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം സഹസ്രാരനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്, എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഫോളോ ചെയ്യുക, കൂടെ നിൽക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് ലോക്ക്ഡൗണും സഹസ്രാര എന്നുള്ള പേര് ആരാ സജസ്റ്റ് ചെയ്തതെന്നൊക്കെ പറയാം.